മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒക്കെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് വീണ്ടും കുറെ കാലം അങ്ങനെ റോട്ടിലൂടെ അത് പോകുമ്പോൾ വീണ്ടും എന്താണ് പഴയ രീതിയിലേക്ക് ആ പഴയ ക്രാക്സും കാര്യങ്ങളെല്ലാം വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ ഒരു മെയിൻ റീസൺ. അത് എന്താണ് വീക്കൻ ചെയ്യും ഡ്യൂ ടു പല റീസണുകൾ ഉണ്ടാവും. ഒന്നുകിൽ നമ്മളുടെ പല രീതിയിലുള്ള ഡിഫറൻസുകൾ വരാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ലൈഫിൽ തന്നെ വേറെ രീതിയിലുള്ള ചാലഞ്ചുകൾ വരാം, ബിഹേവിയറൽ പാറ്റേണുകൾ ചേഞ്ച് ചെയ്യാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്താണ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വന്ന് ആ റിലേഷൻഷിപ്പ് നമ്മൾ നല്ല രീതിയിൽ ഓൾറെഡി നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വീക്കൻ ചെയ്യാനുള്ള ചാൻസ് അവിടെ നല്ലൊരു ചാൻസ് അവിടെ ഉണ്ട്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാലഞ്ചസും മിസ്മാച്ചിങ്ങും വാല്യൂ ഡിഫറൻസും ഒന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ഫാമിലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് മെയിൻ്റെനൻസിന് വേണ്ട കെയർ വല്ലാതെ കൊടുക്കേണ്ടി വരില്ല. പക്ഷെ അവിടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൾറെഡി ഒരുപാട് സ്ട്രഗിളിലൂടെ പോയി പിന്നെ അതിനെ നന്നാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിലൊക്കെ നമ്മൾ പ്രത്യേകം അവിടെ കെയർ കൊടുക്കണം. ഇമോഷണൽ വെൽബീങ് അതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ, ഓവറോൾ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതൊരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഓവറോൾ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവനെ നമുക്ക് വരാനുള്ളത് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അതിൽ ഒരുപാട് വഴികളുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെയും ഈ ഒരു 4 ദിവസം ആയിട്ട് നമ്മൾ പഠിച്ച കുറെ ടെക്നിക്സും സ്ട്രാറ്റജീസും ഒക്കെ തന്നെയാണ് നമുക്ക് അതിൽ യൂസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ തന്നെ എന്താണ് നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് എന്റെ ഭാഗത്ത് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ 3rd ക്ലാസ്സിൽ 2nd 3rd അല്ലെ 2 ക്ലാസ്സിലാണ് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അവിടെ നിങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൂടെ ഉള്ളത് ആരൊക്കെയാണോ ഈ റിലേഷൻഷിപ്പിൽ നമ്മുടെ കൂടെ ഉള്ളത് അവര് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ആസ് എ ഹ്യൂമൻ ബീയിങ്. അവിടെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അതായത് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഏരിയാസ് ഉണ്ട്. എന്റെ ബിഹേവിയറിലായിരിക്കാം അല്ലെങ്കിൽ പല എനി ഏരിയ ഓഫ് ലൈഫ് പല ഗ്രോത്ത് ഏരിയാസ് ഉണ്ടാവും. അപ്പൊ ഒരു വ്യക്തി അവര് ജനിച്ച് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പൊ ആരാണോ അവരിൽ പേഴ്സൺ ഈസ് ദ ടോട്ടൽ സം ഓഫ് ദ പാസ്റ്റ്. അവരുടെ ആ ഒരു ടോട്ടൽ സം ഓഫ് ദ പാസ്റ്റ് ആയിരിക്കും ആ വ്യക്തി. അപ്പൊ അതിലൂടെ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരുപക്ഷെ ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ചാലഞ്ചിങ് ബിഹേവിയേഴ്സോ പാറ്റേൺസോ ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് എന്നും ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ ആരാണെങ്കിലും നമുക്ക് എന്താണ് പല ഡിസഗ്രിമെന്റ്സ് എല്ലാം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ എപ്പോഴും നമ്മളുമായിട്ട് നമുക്ക് ചിലര് വളരെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നമ്മളിലേക്ക് ബന്ധപ്പെട്ട ഒരു ഫ്രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കി ഓക്കെ നമുക്ക് അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ മെല്ലെ 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 നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് കൊണ്ടുവരാം. പക്ഷെ നമ്മളുടെ ക്ലോസ് റിലേഷൻസ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊന്നും നമുക്ക് അതിന് കഴിയില്ല അല്ലെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, ആ പേഴ്സൺ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം എന്താണ് അവിടെ എന്താണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് വർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താണ് നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് ആക്സെപ്റ്റ് ചെയ്യാതെ അത് ആ ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നിടത്തോളം കാലം എന്താണ് നമുക്ക് നല്ല രീതിയിൽ അവിടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ആണെങ്കിലും മറ്റ് ആ ചാലഞ്ചിനെ എങ്ങനെ ആ ഒരു നേരിടാം എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ കഴിയില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ആസ് എ ഹ്യൂമൻ ബീയിങ് ആർക്കായാലും കുറവ്, പ്രത്യേകിച്ച് നമ്മുടെ മക്കള് അതേപോലെ ലൈഫ് പാർട്ണർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ നമ്മുടെ പാരന്റ്സ് ഇത്രയും ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാകുമ്പോൾ അതിൽ നിന്നും പലതും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അത് അവരിൽ അതില്ല, അല്ലെങ്കിൽ അതൊരു ചാലഞ്ച് ആണ്, അതല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രോത്ത് ഏരിയ ആണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും കുറച്ച് ആ ഒരു വ്യക്തിയിൽ അത് ഉണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനെ തന്നെ വേണം എന്ന ഷുഡുകളും മസ്റ്റുകളും നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് ചേഞ്ച് ചെയ്തേ പറ്റും. ബിക്കോസ് അത് നമ്മളുടെ കൺട്രോളിൽ ഔട്ട് ഓഫ് അവർ കൺട്രോളാണ്. അപ്പോഴാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ട്രസ്റ്റ് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് മ്യൂച്വൽ റെസ്പെക്ട്. എപ്പോഴും ട്രസ്റ്റ് ഒരു വലിയൊരു ഫാക്റ്റാണ് റിലേഷൻഷിപ്പിൽ. ട്രസ്റ്റ് എവിടെ ബ്രേക്ക് ചെയ്യണോ അവിടെ പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിന് പിന്നീട് അതിന്റെ ഒരു ഡെപ്ത് കിട്ടൂല, ആ ഒരു ഇന്റിമസി നഷ്ടപ്പെടും ആർക്കാണെങ്കിലും അല്ലെ. ഇപ്പൊ പാരന്റ്സ് കുട്ടികളോടുള്ളത് നമുക്ക് ഇന്റിമസി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ട്രസ്റ്റ് അവിടെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ആൻസൈറ്റി ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക, ട്രസ്റ്റ് ഇല്ല എങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാം റിലേഷൻഷിപ്പിൽ, എനി റിലേഷൻഷിപ്പ് അത് നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. ട്രസ്റ്റ് ഇല്ല എങ്കിൽ എന്താണ് നമുക്ക് അവിടെ എന്തൊക്കെ ഫീലിങ്സ് ആണ് നമുക്ക് അവിടെ ഒന്ന് മെയിൻലി നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും ട്രസ്റ്റ് ഇല്ലെങ്കിൽ. പിന്നെ ഓക്കെ, എന്താണ് നിങ്ങൾ മനസ്സിലുള്ളത്? അപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇല്ല എങ്കിൽ എന്താണ് നമുക്ക് അവിടെ എന്ത് ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക? ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആൻസൈറ്റി. അത് അതെ, അവരെ വിശ്വസിക്കുന്ന അവിടെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ചാലഞ്ചസ് ഉണ്ടാകും. ഇന്റിമസി കുറയും, വി കോൺ ബിലീവ് വിശ്വാസം ഉണ്ടാവില്ല അല്ലെ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ സത്യം തന്നെ ആയിരിക്കാം പലപ്പോഴും പറയുന്നുണ്ടാവുക, എന്നാൽ പോലും അവിടെ വിശ്വാസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഓരോ കാര്യത്തിലും നമുക്ക്
ഒരു അസംഷൻസ് കൂടും, ഒരുപാട് അസ്യൂം ചെയ്യും, നമ്മളിങ്ങനെ ഊഹിക്കും പല കാര്യങ്ങളിലും. അപ്പൊ ഈ ഒരു ട്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക? പരമാവധി ഓപ്പൺ ആവുക. അതേപോലെ അത് ട്രസ്റ്റ് ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടെ നമുക്ക് പറഞ്ഞു പോവേ. അപ്പൊ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് അത്. ട്രസ്റ്റ് വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയത് റീബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത്. പിന്നെ അതുപോലെ ട്രസ്റ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കാൻ. ഇതെല്ലാം ഒരു ഭാഗത്ത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിന് അതേപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പരമാവധി ക്ലാരിറ്റി കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ സംശയം ഉണ്ടാകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ അവിടെ അത് ക്ലിയർ ചെയ്യാം. എന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ വരുന്നത് ഓൾറെഡി നല്ല ട്രസ്റ്റിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ട് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യും. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് എപ്പോഴും പിന്നെ സംശയങ്ങളായിരിക്കും, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിന്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക? വൺസ് ട്രസ്റ്റ് നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല കാരണങ്ങൾ ഉണ്ടാവാം. അപ്പം നമുക്ക് മറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതായിരിക്കാം. പിന്നെ അത് മക്കൾക്ക് ഉണ്ടാകും, അതേപോലെ ലൈഫ് പാർട്ട്നേഴ്സ് ഹസ്ബൻഡ് വൈഫിലൊക്കെ ഉണ്ടാവാം. പിന്നെ വേറെന്താണ്, പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ആ ഒരു ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ ഒരിക്കൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു പേടി, ഒരു ഫിയർ ഉണ്ടാവും അല്ലെ അവിടെ. അപ്പൊ പിന്നെ ആ ഒരു സേഫ് സോണിൽ നിന്നിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളൊരു സേഫ് സോണിലേക്ക് കൊണ്ടുവന്ന് അവിടെ പിന്നെ വരുന്ന ഒരു ആങ്സൈറ്റിയെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. പിന്നീട് ആ ആങ്സൈറ്റി ആവരുത് നമ്മളെ മുന്നോട്ട് ഇനിയും ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും അതർ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവ ഒരു പ്രാവശ്യം വന്നു, ഓക്കെ, അത് റിമൂവ് ചെയ്തു, അതിൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു ക്ലിയർ ചെയ്തു. ഒരുപാട് എക്സ്പീരിയൻസുകൾ ആളുകൾ നമ്മളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം ക്ലിയർ ചെയ്തു. പക്ഷെ എന്തില്ല, പിന്നെയും ഒരു പേടി, ഏത് നിമിഷവും ഇനിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ പോവോ അങ്ങനെയൊക്കെയുള്ള പേടി. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം വേറെ എന്തെങ്കിലും വിഷയത്തിലൊക്കെ നമ്മൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ, അവർ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും അതുണ്ടാവും എന്നുള്ള ഒരു ആങ്സൈറ്റി. ആ ആങ്സൈറ്റിയെ റെഡ്യൂസ് ചെയ്യാനുള്ള വഴികൾ, ഒന്ന് നമ്മുടെ മുമ്പിൽ എന്താണുള്ളത് ആ ഒരു റിയാലിറ്റിയെ നമ്മൾ എന്ത് വിശ്വസിക്കുക. രണ്ടാമത്തത്, നമ്മുടെ വിശ്വസിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് മനസ്സിലൂടെ ഉണ്ടാക്കി വെക്കുക. അല്ലാതെ എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ 90% അല്ലെങ്കിൽ 99% പിന്നീട് അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 99%ഉം അത് സംഭവിക്കില്ല, ഇനി അങ്ങനെ ഒരു ചീറ്റിംഗ് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. അത് വിശ്വസിച്ച് തീരൂ. ചിലപ്പോൾ ആ 1%ന് സംഭവിച്ചേക്കാം, വീണ്ടും ചീറ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ലൈഫിൽ സമാധാനം വേണം. ഈ ഒരു 1%ന് വേണ്ടിയിട്ട് ഞാൻ ലൈഫ് ലോങ് മരിക്കോളം ആ ഒരു ആങ്സൈറ്റി കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നും ആ ഒരു റിലേഷൻഷിപ്പിനെ അത് വളരെ നെഗറ്റീവായിട്ട്, വളരെ പെയിൻഫുൾ ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചു നിൽക്കും. അപ്പൊ ആ ഒരു നമ്മളെ ഒരു സേഫ് സോൺ, കാരണം അത് ഔട്ട് ഓഫ് അവർ കൺട്രോൾ ആണ്. അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണെങ്കിലും അവരുടെ ബിഹേവിയർ നമ്മുടെ കൺട്രോളിലല്ല. ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് വെക്കാൻ പറ്റണം. ആരാണെങ്കിലും, ഇവൻ നമുക്കിപ്പോ ഒരേ ഒരു മകനേ ഉള്ളൂ, ഒരേ ഒരു മകളെ ഉള്ളൂ എങ്കിൽ പോലും, അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡും മാത്രമുള്ള ലൈഫാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മാതാപിതാക്കൾ മാത്രമാണ് എനിക്കുള്ളത് എങ്കിൽ പോലും, ആരാണെങ്കിലും എത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ചെറിയൊരു ഡിസ്റ്റൻസ് രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെ, ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു ലൈഫ് ഉണ്ട്. എന്നാൽ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ആസ് എ ഹ്യൂമൻ ബീങ് ആർക്കും എന്തും സംഭവിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യാം. വൺസ് എ ചീറ്റർ ഓൾവേസ് എ ചീറ്റർ എന്നാണ് പറയാറ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഒരു പ്രാവശ്യം അത് ചീറ്റ് ചെയ്തു എന്ന് കരുതി അവർ പിന്നെ എന്നും ചീറ്റ് ചെയ്യണമെന്നില്ല. ആളുകൾ തിരിച്ചു വരാം, തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ പിന്നീട് അപ്പം ഏത് റിലേഷൻ, ഇപ്പം പാരന്റ്സ് ആണ് കുട്ടികളാണെന്നൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിവേ ഒരു പേഴ്സൺ അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരാളെ ചീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ട് ഇപ്പം റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻ ആകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പ്രയാസങ്ങൾ ഉണ്ടാവും, അവർക്ക് അവരുടെ ഒരു ബിഹേവിയർ പാറ്റേണിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് എല്ലാം ആവാം. പക്ഷെ അവർക്ക് അതിനൊരു കാരണം ഉണ്ടാവും. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വീണ്ടും അത് ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? അത് നമ്മൾ അത്രയും ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ, ക്ലോസ് റിലേഷനിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ മനസ്സിന് സമാധാനം വേണ്ടേ? ആ സമാധാനം ഉണ്ടാവാനാണ് ഈ ഒരു വിശ്വാസം നമ്മൾ കൊണ്ടുവരുന്നത്. ഡിസ്ക്ലെയിമർ അബൌട്ട് പീപ്പിൾ വിത്ത് ഡിസോർഡേഴ്സ്, അതെന്താണ്? ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആളുകൾക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താ വെച്ചാൽ ആളുകൾ അത് സമ്മതിക്കില്ല. എന്നിട്ട് അതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ഞാൻ എന്ത് പറയണില്ല, എല്ലാം എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എന്റെ കൂടെയുള്ള ആരാണോ മക്കൾക്കായിരിക്കും കംപ്ലീറ്റ് കുഴപ്പം, അല്ലെങ്കിൽ എന്റെ കെട്ടിയോട്ടായിരിക്കും, എന്റെ കെട്ടിയോനായിരിക്കും, അല്ലെങ്കിൽ ആരാണ് എന്റെ കൂടെ ഉള്ളത് അവർക്കായിരിക്കും മൊത്തം പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല. സത്യത്തിൽ എന്തായിരിക്കും? ഞാനായിരിക്കും ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള വ്യക്തി. അത് തിരിച്ചറിയില്ല ആളുകൾ, ട്രീറ്റ്മെന്റിന് പോകില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം മാനേജ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം അവിടെ. പിന്നെ അവിടെ വീണ്ടും ആ ഒരു പേഴ്സൺ പിന്നെ അത് ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്, അവരുടെ ഒരു പാറ്റേൺ ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അവരായിട്ട് അതിലൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനാണ് എന്റെ മനസ്സിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൽ ആ ഒരു സോക്കിംഗ് തോട്ട്സ് എപ്പോഴും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന എന്താവും? അപ്പൊ ഏത് തോട്ട്സ് ആണ് ഞാൻ സോക്ക് ചെയ്യുന്നത്, ഏതാണ്
ഫ്ലോ ആണ്, ഞാനിങ്ങനെ അത് ഒഴുകി പോകാൻ വേണ്ടി വിടണം എന്നുള്ളത് നോക്കുക. അപ്പൊ ഇങ്ങനെ ടോക്സിക് ആയിട്ട് റിലേഷൻഷിപ്പിൽ ടോക്സിക് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ടോക്സിക് പാറ്റേൺസ് ഉള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു തോട്ട്, ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള തോട്ട് എന്നിൽ എപ്പോഴും സോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, എന്നിൽ എപ്പോഴും ലൈവായി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒഴിവാക്കി ഞാൻ മറ്റെന്തെങ്കിലുമൊക്കെ എന്നെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കണം. ഇല്ല പിന്നീട് നമ്മൾക്കിപ്പോ മാരേജ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അതിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അത്രയും ടോക്സിക് ആണ്, അത്രയും പ്രയാസമാണ്, അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാം നമ്മൾ ചെയ്ത് നോക്കി രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അങ്ങനെ ഒരു വഴിയും അവിടെ ഉണ്ട്. എല്ലാത്തിനും എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ട്. എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. നമ്മൾ ആ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കണം എന്നുള്ളത്. അപ്പൊ ഇവിടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടേം മെയിൻ്റെനൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു ട്രസ്റ്റ് ഉള്ളതുപോലെ തന്നെ ആ ഒരു പേഴ്സണുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബിഹേവ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് നമുക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള സമയത്തൊക്കെ ചെയ്യാം. പക്ഷെ അതൊരു എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സംഭവിക്കുക എന്താ വെച്ചാൽ ഒരു CID ലുക്ക് ആയിരിക്കും. പിന്നെ അവരെന്താ ചെയ്യണോ, എന്താ പോകണം, എങ്ങനെയാണ്, എന്നിട്ട് ആ CID ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്യലും കാര്യങ്ങളൊക്കെ, അപ്പൊ അതിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊണ്ടുവരാം. അപ്പൊ അത്